ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച അസുലഭമായ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചാരത്തും ദൂരത്തും ഭവനങ്ങളിലിരുന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും എല്ലാ സ്നേഹാദരങ്ങളോടെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന, നമ്മുടെ പ്രാർത്ഥനകൾ, സ്തുതിഗീതങ്ങളെല്ലാം സ്വർഗം സ്വീകരിക്കട്ടെ. ഈ ഭൂമിയിൽ നമ്മുടെ അനുഗ്രഹത്തിന് അത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറകളായി ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ കർത്തൃദിവസത്തിൻ്റെ പ്രഭാത സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങേ ആരാധിപ്പാനും അങ്ങേ സ്തുതിപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഒരുക്കി തരുന്ന സാഹചര്യത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാഥ, പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കഴിഞ്ഞൊരാഴ്ച അവിടുന്ന് അതിശയകരമായി ഞങ്ങൾ വഴി നടത്തിയല്ലോ. ജീവിതത്തിൻ്റെ എല്ലാ നേരത്തും അവിടുത്തെ കൃപ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് രോഗാതുരമായ ഒരു സാമൂഹിക ചുറ്റുപാടുകൾ ഞങ്ങൾ ജീവിക്കുന്നല്ലോ. അടയ്ക്കപ്പെട്ട സാഹചര്യങ്ങൾ ഞങ്ങൾ ജീവിക്കുമ്പോഴും അവിടുത്തെ നിതാന്ത സാന്നിധ്യം ഞങ്ങൾ വഴി നടത്തുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടും സുഖത്തോടും ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ ആരാധനയുടെ സ്വർഗീയമായ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടണം കർത്താവേ. ശിയാവ് കണ്ടതുപോലെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന തേജസ്വരീയ കർത്താവിൻ്റെ മുഖം ദർശിച്ച് ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള ദൈവകൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ എല്ലാ നന്മകളുണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്ന് 35-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്ന് 35-ാമത്തെ കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 300. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദിനങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. താഴെയുള്ള പ്രാർത്ഥനകളിൽ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്കതിനായിട്ട് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാവണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കുവാൻ അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 119, 89 മുതൽ 104 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ. സങ്കീർത്തനം 119,
89 മുതൽ 104 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കുകയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചുകൊള്ളും. സകല സമൃദ്ധിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടപെടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ നക്ഷത്രങ്ങളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വലിക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകവാനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല പാപവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള വേദഭാഗങ്ങൾ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിന് അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. നാം വായിച്ചു കേട്ടത് ഇന്നത്തേക്ക് നശിച്ചിരിക്കുന്ന ലേഖന വേദഭാഗം. നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയുടെ പാട്ട് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സഭയുടെ പാട്ട് വാക്യം പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും
നിന്റെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സെറാഫുകളും നിന്നെ നോക്കി ആരാധിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമസംഘങ്ങളെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയിൽ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗ്ഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോട് കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ഞങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തണമേ. ദിനംപ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളെ പാപം കൂടാതെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് അനുസരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. Today's gospel portion is taken from Gospel according to St. Matthew, chapter 7, verses beginning from 24 to 29. Gospel according to St. Matthew, chapter 7, verses beginning from 24 to 29. Therefore, everyone who hears these words of mine and puts them into practice is like a wise man who built his house on the rock. The rain came down, the streams rose, and the winds blew and beat against that house. Yet it did not fall, because it had its foundation on the rock. But everyone who hears these words of mine and does not put them into practice is like a foolish man who built his house on sand. The rain came down, the streams rose, and the winds blew and beat against that house, and it fell with a great crash. When Jesus had finished saying these things, the crowds were amazed at his teaching, because he taught as one who had authority and not as their teachers of the law. This is the word of God, our Lord Jesus Christ. വിശുദ്ധ സുവിശേഷം നൽകിയ കർത്താവേ, നിനക്ക് സ്തോത്രം. വേദഭാഗ ധ്യാനത്തിന് മുൻപായി ജ്ഞാനകീർത്തനങ്ങളിൽ 30-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 30-ാമത്തെ കീർത്തനം. സാത്താൻ താനോട് ബലമൊഴിപ്പാൻ രക്ഷ
രക്ഷകൻ ഈക്ഷിതിയിൽ വന്ന യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. ആശയറ്റ സ്ഥിതി താനറിഞ്ഞു ഈശകുപാഗ്നിയിൽ വീണെറിഞ്ഞു. വിശുദ്ധ നിണം വിയർപ്പായി തിരിഞ്ഞു യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. പ്രാർത്ഥിക്കാം. കാലസമ്പൂർണതയിൽ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമായിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളാരും അവിടുത്തെ വചനം സ്വയമേവ പഠിക്കാനോ പഠിപ്പിക്കാനോ യോഗ്യതയുള്ളവരല്ല. എങ്കിലും ഏതാത്മാവിനാൽ ഇത് എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഞങ്ങളോട് സംവദിക്കണമേ. ഏതാത്മാവിനാൽ അവിടുത്തെ വചനം പ്രചോദിതമായോ അതേ ആത്മാവ് മുഖാന്തരം ഞങ്ങളോട് സംസാരിക്കണമേ. ഈ പ്രഭാതത്തിൽ അവിടുത്തെ കാൽവരി ക്രൂശിൻ്റെ മറവിലിരിക്കുമ്പോൾ അവിടുത്തെ കൃപയാൽ ഞങ്ങളോട് സംവദിക്കുകയും ചെയ്യണം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതൊന്ന് കേൾക്കണം പിതാവേ. ആമേൻ. ഇന്ന് പെന്തക്കോസ്തിന് മുമ്പ് 6-ാം ഞായറാഴ്ചയാണ്. തിയോളജിക്കൽ എഡ്യൂക്കേഷൻ സൺഡേയാണ്. ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായർ. ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം ദൈവജനത്തെ സജ്ജരാക്കുക എന്നുള്ളതാണ്. എക്യുപ്പിംഗ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ഒരുപക്ഷെ ദൈവശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്ന ഒരു ചിന്ത, ഇത് ഉപദേശിമാർക്കും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും മിഷണറിമാർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു വിഷയമല്ലേ, ഇതെന്തുകൊണ്ടാണ് ഒരു സഭയിൽ ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കുന്നത് എന്ന്. എന്നാൽ ദൈവശാസ്ത്രം എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ മാത്രം മനസ്സിലാക്കേണ്ട ഒന്നല്ല. ദൈവശാസ്ത്രം എന്നുള്ളത് ദൈവവചനത്തെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യവും അറിവും തങ്ങളുടെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യവുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് ഈ ദൈവശാസ്ത്ര ബോധ്യം എന്നുള്ളത്. എന്തിനാണ് ദൈവജനത്തെ സജ്ജരാക്കുന്നത്? ഇന്ന് വായിച്ചു കേട്ട ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ആര് ഒക്കെ സജ്ജരാകണം, ആരെയൊക്കെ സജ്ജരാക്കണം എന്നുള്ളത്. ഇന്ന് 1-ാം പാഠമായി വായിക്കേണ്ടിയ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 17 വരെ വായിക്കുമ്പോൾ അവിടെ മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന സംസാരമാണ്. നിങ്ങൾ ചെന്ന് പാർക്കാനിരിക്കുന്ന ദേശത്ത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വചനമൊക്കെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത്. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവ വഴികളെ മക്കളോട് ഉപദേശിച്ചു കൊടുത്ത് മക്കളെ ദൈവത്തിന് ഹിതകരമായി വളർത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾ കൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കാണാം. ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തന വേദഭാഗം വളരെ കൃത്യമായി ദൈവവചനത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിൻ്റെ വചനം എനിക്ക് പ്രമോദമായിരിക്കാൻ ഞാൻ സകല വ്യാജമാർഗങ്ങളെയും വെറുക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. അവിടെ ദൈവവചനം എങ്ങനെ ഒരു മനുഷ്യനെ തെറ്റായ മാർഗങ്ങളിൽ നിന്ന് വേർപെട്ട് നടക്കാൻ പ്രാപ്തനാക്കുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ 2-ാം വേദഭാഗമായി വായിച്ച എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ സഭ അതിൻ്റെ ദൗത്യത്തെക്കുറിച്ചും അതിൻ്റെ ദൈനംദിന ജീവിത ചര്യയെക്കുറിച്ചും എങ്ങനെ ആയിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം പ്രവർത്തനം എന്ന് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയെ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ കേൾക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് ദൈവ വചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം
എപ്രകാരമായിരിക്കും, അവർ നിർമ്മിക്കുന്ന അവരുടെ ഭവനം എപ്രകാരമായിരിക്കും എന്നൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് എങ്ങനെ തൻ്റെ ഈ ലോക ജീവിതം ക്രമപ്പെടുത്തണം എന്നാണ് ഈ വേദഭാഗങ്ങളൊക്കെ ഒരുപോലെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവജനത്തെ സജ്ജരാക്കുക എന്ന ദൈവശാസ്ത്ര പരികൽപ്പന ഓരോ ക്രിസ്തീയ വിശ്വാസിയും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം, തൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെ ചുറ്റുപാടുകളെ, തൻ്റെ കുടുംബാംഗങ്ങളെ, തൻ്റെ സഭയിൽ ഉൾപ്പെടുന്ന അംഗങ്ങളെ, ലോകത്തെ എങ്ങനെ ക്രമപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. ഇന്ന് രണ്ടാം വേദഭാഗമായി വായിച്ചു കേട്ട എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഒരു സഭയായി നമുക്ക് ദൈവജനത്തെ സജ്ജരാക്കുവാൻ, ഒപ്പം നമുക്ക് വ്യക്തിപരമായി എങ്ങനെ നമുക്ക് തന്നെ സജ്ജരായിരിക്കാൻ കഴിയും എന്ന് വളരെ ചുരുക്കമായി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 തിരിച്ചറിവുകളാണ് നമുക്കുണ്ടാവേണ്ടത്. എന്തൊക്കെയാണ് ഈ 3 തിരിച്ചറിവുകൾ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1, സഭ എന്നുള്ളത് ഈ ഭൂമിയിൽ യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സമൂഹത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയാണ് എങ്ങനെയാണ് സഭ രൂപപ്പെട്ടതെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ സഭയെ ആക്കി വെക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സഭ എന്നുള്ളത് യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല, ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ദൈവത്താൽ ഈ ഭൂമിയിൽ ആക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹം അതിൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദൗത്യബോധം ദിനം തോറും സഭയ്ക്കുണ്ടായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ സഭയ്ക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായി പത്രോസ് അപ്പോസ്തലൻ ആദിമ സഭയോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെ വിളിച്ച് ഇവിടെ ആക്കിയിരിക്കുന്ന പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനുള്ള ദൗത്യമാണ് നിങ്ങൾക്കുള്ളത്. ദൗത്യം നൽകി വിളിച്ചാക്കിയിരിക്കുന്ന ഒരു സമൂഹമാണ് ദൈവസഭ എന്നുള്ളത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മളതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഫേസ്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചിരിക്കുന്നു. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യാശ നൽകി വിളിച്ചിരിക്കുന്നു. ആ പ്രത്യാശയിലേക്കുള്ള യാത്രയാണ്, പ്രത്യാശ നിവൃത്തിയാക്കലാണ് നിങ്ങളുടെ ദൗത്യം എന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം അവിടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നിങ്ങളെന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഇവിടെയും നമ്മുടെ കർത്താവ് പറയുന്നത് നിങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന മനുഷ്യരാണ് ഞാനും നിങ്ങളും. സഭ എന്നുള്ളത് ദൈവം ഈ ഭൂമിയിൽ പ്രത്യേക ഉദ്ദേശങ്ങളോടെ വിളിച്ച് ആക്കിയിരിക്കുന്ന മനുഷ്യരാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുക എന്നുള്ളത്. ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒന്ന്, ക്രിസ്തുയേശുവിനാൽ വിളിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ഒരു ദൗത്യം നൽകി ഏൽപ്പിച്ചിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ദൈവജനത്തെ സജ്ജരാക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം സ്വയം എത്രത്തോളം സജ്ജരാണ്, നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ സജ്ജരാക്കാൻ കഴിയുന്നുണ്ട്, ഈ ദൗത്യബോധം നമ്മൾ എത്രത്തോളം നടത്തുന്നുണ്ട് എന്ന് കൃത്യമായും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നാമത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ബോധ്യം, ഞാനും നിങ്ങളും ദൈവത്താൽ വിളിച്ച് പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഈ ഭൂമിയിൽ നമ്മൾ എവിടെയാണോ അവിടെ ആക്കിയിരിക്കുന്ന മനുഷ്യരാണ്. കേവലം ഇങ്ങനെ ഓരോ ദിവസവും ജീവിച്ചു പോകുക എന്നുള്ളതല്ല എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവ ഉദ്ദേശം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക ദൗത്യമുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നിറവേറ്റുക എന്നുള്ളതാണ്. രണ്ടാമതായി നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ്, നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവണം. എന്താണ് എൻ്റെ ദൗത്യം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം, ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ഇവിടെ ദൈവത്താൽ വിളിച്ചാക്കിയിരിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു.
എന്നാൽ എന്താണ് ആ ദൗത്യം? ഏതൊരു കാലത്തും ഏതൊരു സമയത്തും സഭയ്ക്ക് 2 ദൗത്യങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും 2 ദൗത്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം നമ്മൾ വായിച്ചു കേട്ട ഭാഗങ്ങൾ വായിക്കുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി. 2, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്കായി. സഭ എന്തിനാണ് ഈ ഭൂമിയിൽ ദൈവത്താൽ നിയമിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഈ 2 ഉദ്ദേശങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയാണ്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി. എന്താണ് ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എന്ന് പറയുന്നത്? റെസ്റ്റോറേഷൻ ഓഫ് ദ സെയിൻസ് എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യരുടെ, ഇതിലേക്ക് വരാത്ത മനുഷ്യരൊക്കെ യഥാസ്ഥാനപ്പെടുന്നൊരു പ്രക്രിയയാണ്. ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ വർധനവിനായി പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം എന്ന് പറയുന്നതാണ്. തെറ്റിപ്പോയ മനുഷ്യരുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാത്ത മനുഷ്യരുണ്ട്, ഇത് കേൾക്കാത്ത മനുഷ്യരുണ്ട്. അവരെയൊക്കെ ഈ ദൈവരാജ്യത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് ചേർക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത്. വ്യക്തികളായും സഭയായൊക്കെ നമുക്കുള്ള ഒന്നാമത്തെ ദൗത്യം ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. 2, ഇവിടെ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. രണ്ടാമത്, ദൈവസഭയുടെ, ഇവിടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാ വിഭാഗത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ സഭ, ദൈവത്തിൻ്റെ ശരീരമാകുന്ന വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയാണ്. ദിനംതോറും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും, ഓരോ സഭ അംഗത്തിൻ്റെയും, ഓരോ വിശ്വാസിയുടെയും ദൗത്യം എന്ന് പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ സഭയ്ക്ക് 1-ാം ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളെ പുരോഹിതന്മാരായി വിളിച്ചിരിക്കുന്നുവെന്നാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. ഇവിടെ ഈ പുരോഹിത വർഗം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി മധ്യസ്ഥത വഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചു കേട്ട 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി ആക്കി വച്ചിരിക്കുന്നു. ഇവിടെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൽ സഭയുടെ പ്രത്യേക ശുശ്രൂഷ സ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമല്ലേ പരാമർശമുള്ളൂ എന്നുള്ളത്. ഇത് ആദിമസഭയുടെ ആരംഭത്തിലുണ്ടായ ശുശ്രൂഷ സ്ഥാനങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനോട് ചേർത്ത് നമ്മൾ ചില കാര്യങ്ങളെ പറയേണ്ടി വരും. ഈ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, ഇടയന്മാരായി, ചിലരെ കമ്മിറ്റിക്കാരായി, സൺഡേ സ്കൂൾ പ്രവർത്തകരായി, അധ്യാപകരായി, കൊയറംഗങ്ങളായി, ഇങ്ങനെ തുടർന്ന് നമുക്ക് ഈ ലിസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് കഴിയും. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കും നിങ്ങളും. ഏത് കാലത്തിലും ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും ക്രൈസ്തവ സഭയ്ക്കുമുള്ള ഈ 2 ഉദ്ദേശങ്ങളാണ്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടൽ. നമുക്ക് വ്യക്തിപരമായി എത്ര പേരോട്, ഈ വീണുപോയ മനുഷ്യരോട്, ഇടറിപ്പോയ മനുഷ്യരോട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സഭയായി ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2ഉം പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ദൗത്യത്തിൻ്റെ പാതയിലല്ല നമ്മൾ എന്ന് മനസ്സിലാക്കണം. ഇതിനു വേണ്ടി ദൈവജനത്തെ സജ്ജരാക്കുന്ന പ്രക്രിയയാണ് സഭയുടെ ദൗത്യം എന്നുള്ളത്. അതുകൊണ്ട് ഈ 2 ഉത്തരവാദിത്വങ്ങൾ ദിനംതോറും നിറവേറ്റുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചുള്ള ദൗത്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള പ്രവർത്തനത്തിൽ വ്യാപൃതരാകുക. 2, ദൈവസഭയുടെ വർധനവിനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക എന്നുള്ളത്. ഇതിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന പ്രത്യാശ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവോളം ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ പൂർണ്ണത എന്ന് പറയുന്നത് കാലസമ്പൂർണതയെക്കുറിച്ചാണ്. കാലസമ്പൂർണതയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ ആ പ്രത്യക്ഷത സംഭവിക്കുന്നതിനുള്ള എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള പ്രവർത്തനങ്ങളിൽ നാം വ്യാപൃതരാകുകയും
ദൈവസഭയുടെ വർധനവിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതും. അപ്പം മാത്രമേ നമുക്ക് ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയത്തുള്ളൂ, ഞാനും നിങ്ങളും വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നുള്ളതും. നമ്മളെയൊക്കെ വിവിധ സ്ഥാനങ്ങളിൽ ആക്കിയിരിക്കുകയാണ്. ദൈവം വിളിച്ചാക്കാത്ത ഒരു സ്ഥാനങ്ങളും ഈ ഭൂമിയിലില്ല എന്നുള്ളതും. ഒരുപക്ഷെ ഈ പറഞ്ഞ ഇടയന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഒന്നും നമ്മളെ ആക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അല്ലാതുള്ള സ്ഥാനങ്ങളിൽ നമ്മളൊക്കെ എവിടെയൊക്കെയാണോ അവിടങ്ങളിലൊക്കെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തന പുസ്തകത്തിൽ മാതാപിതാക്കന്മാരോട് പറയുന്ന ഉത്തരവാദിത്വം, നിൻ്റെ മക്കളോട് നീ ഇത് ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മാതാപിതാക്കൾ എന്നുള്ള പദവി ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു പദവിയാണ്. അധ്യാപകൻ എന്നുള്ളൊരു പദവി ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു പദവിയാണ്. ഏതെങ്കിലും ഓഫീസിലെ ഒരു സ്ഥാനം എന്നുള്ളത് ദൈവത്താൽ നിയമിക്കപ്പെട്ട സ്ഥാനം. ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്നത്. ദൈവസഭയുടെ വർധനവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയുടെ വർധനവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാനായിട്ട് കഴിയും, നാം സ്വയം സജ്ജരായ മനുഷ്യരാണ്, മറ്റുള്ളവരെ സജ്ജരാക്കുന്ന മനുഷ്യരാണ് എന്നുള്ളത്. മൂന്നാമത്, എങ്ങനെയാണ് നമുക്ക് ഈ ദൗത്യം ചെയ്യാനായിട്ട് കഴിയുക? പലപ്പോഴും ദൈവശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അച്ഛന്മാർക്കും ഉപദേശിക്കുമാർക്കും ഉള്ളതാണ്, ഇത് പ്രസംഗം കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നത്തെ പാഠഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് പ്രസംഗിച്ച് മറ്റുള്ളവരെ ഇതിലേക്ക് വരുത്തുന്ന കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഒരു ജീവിത ശൈലി രൂപപ്പെടുന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്കും ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ കഴിയുക? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ വിളിക്ക് യോഗ്യമാം വണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന്. അവിടെ നമ്മളിങ്ങനെ വായിച്ച്, നിങ്ങളെ വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്താൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യും വേണം. ഇവിടെ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വയം സജ്ജരാകുവാൻ, മറ്റുള്ളവരെ സജ്ജരാക്കുവാനുള്ള മാർഗം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടുത്തൽ എന്ന് പറയുന്നത് പ്രസംഗത്താൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടല്ല ഇന്നത്തെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. എന്താണ് ആത്മീയത എന്ന് പറഞ്ഞാൽ? പലപ്പോഴും നമ്മൾ ആത്മീയതയ്ക്ക് പല വ്യാഖ്യാനങ്ങളും ചമയ്ക്കുന്ന മനുഷ്യരാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അതാണ്, ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നൊക്കെ. എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു ജീവിത ശൈലിയാണ്. സ്പിരിച്വാലിറ്റി ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. ഇതൊരു ജീവിത ശൈലിയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിത ശൈലിയായി ഇത് മാറുമ്പോൾ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനിയായി, വിശ്വാസിയായി, സഭയിലെ അംഗമായി നമുക്ക് തീരാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് 4 കാര്യങ്ങളാണ് എഫേസ്യ സഭയോട് പറയുന്നത്. 1 സ്നേഹം, 2 ക്ഷമ, സൗമ്യത, താഴ്മ, സമാധാനം, ഐക്യത. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണമെന്നുള്ളത്. ഇതിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നേടാൻ, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി പ്രവർത്തിക്കാൻ, സഭയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പലരും വിചാരിക്കുന്നത് മിഷനറിയായി എവിടെയെങ്കിലും പോയി പ്രസംഗിക്കുക എന്നുള്ളത്. അതല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. താഴ്മയോടെ, സ്നേഹത്തോടെ, ക്ഷമയോടെ, ഐക്യതയോടെ, സമാധാനത്തോടെ നമുക്കിത് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് എഫേസ്യ സഭയോട് വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങളെ വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കുകയും വേണം എന്ന് പറയുന്നത് ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളത്, ഈ സ്വഭാവങ്ങൾ നമ്മുടെ ശൈലിയാക്കി മാറ്റുക എന്നുള്ളത്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ കർത്താവിൻ്റെ വലിയ ദൗത്യത്തിൽ പങ്കാളിത്തം വഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, തിമോഥെയോസ് അക്കാലത്ത് സഭയുടെ ശുശ്രൂഷകനായിരുന്നൊരു മനുഷ്യനാണ്, ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. ഈ ചെറുപ്പക്കാരനായ സുവിശേഷകനോട് തിമോഥെയോസ് പറയുന്ന ഒരു ഉപദേശം ഇങ്ങനെയാണ്, നീ നിൻ്റെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയാകണം എന്നുള്ളത്. എങ്ങനെയാണ് നിനക്ക് സഭയെ ഭരിക്കാൻ കഴിയുക? എങ്ങനെയാണ് സഭയെ നേടുവാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വിശുദ്ധനെ യഥാസ്ഥാനപ്പെടുത്താൻ, വീണുപോയ ഒരു വിശുദ്ധനെ യഥാസ്ഥാനപ്പെടുത്താൻ, വീണുപോയൊരു മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ദൈവസഭയുടെ
വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിൻ്റെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് മാതൃകയാകാൻ കഴിയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വാക്കിലും നടപ്പിലും. നിൻ്റെ വാക്ക് മാതൃകയുള്ളതായിരിക്കണം, നിൻ്റെ നടപ്പ് മാതൃകയുള്ളതായിരിക്കണം, നിൻ്റെ സ്നേഹം, വിശ്വാസം, നിർമ്മലത, വിശുദ്ധിയിൽ ഇതിലൊക്കെ മാതൃക ഉള്ളവരായിത്തീരണം. അതിലൂടെ മാത്രമേ നിനക്ക് ഉത്തമ സാക്ഷിയായി ജീവിക്കാൻ, ദൗത്യബോധമുള്ള ഉത്തമ സാക്ഷിയായി ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവസാനം പറയുന്നുണ്ട്, എന്നാൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. ഇവിടെ പ്രസംഗം കൊണ്ട് ആരെങ്കിലും നേടാൻ കഴിയും എന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. മറിച്ച് നിൻ്റെ പ്രസംഗം വൃഥാവായി പോകാതിരിക്കാൻ നിൻ്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രസംഗം എന്തുകൊണ്ടാണ് ഈ വനരോധനം പോലെ ആയി പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്രമാത്രം പ്രസംഗിച്ചിട്ടും എന്താണ് ഒരു മനുഷ്യനും രക്ഷപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. വിശ്വാസത്തിൽ നമ്മൾ പലപ്പോഴും മാതൃകയല്ല, സ്നേഹത്തിൽ നമ്മൾ മാതൃകയല്ല, നടപ്പിൽ മാതൃകയല്ല, നമ്മുടെ വാക്കിൽ മാതൃകയല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനും എത്രമാത്രം പ്രസംഗിച്ചാലും ഒരു മനുഷ്യനെയും യഥാസ്ഥാനപ്പെടുത്താൻ കഴിയില്ല, ഒരു സഭയെയും വളർത്തുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ദൈവജനത്തെ സജ്ജരാക്കുക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് കൃത്യമായി ഒരു ദൗത്യം നൽകിക്കൊണ്ടാണ്. ആ ദൗത്യബോധത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് കാലം കഴിക്കാനല്ല ഞാനും നിങ്ങളും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നു. എന്നെയും നിങ്ങളെയും വിളിച്ച് വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതാണ് ദൈവം, പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ. എന്താണ് ഉദ്ദേശം? ദൈവത്തിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടുത്തൽ. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവവചനത്തെ കേൾക്കാത്തവർക്കും, ദൈവരാജ്യത്തെക്കുറിച്ച് കേൾക്കാത്തവരൊക്കെ, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാത്തവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. ഇടറിപ്പോയ മനുഷ്യരോട് ഈ സ്നേഹത്തെക്കുറിച്ച്, ഈ സദ്വാർത്തയെക്കുറിച്ച് പറയാനും അറിയിക്കാനും ഞാൻ നിങ്ങളുമാക്കി വെച്ചിരിക്കുന്നു. ഒപ്പം ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി, ദൈവസഭയുടെ വിസ്തൃതിക്കായി എന്നെയും നിങ്ങളെയും വിളിച്ചാക്കിയിരിക്കുന്നു. എങ്ങനെയാണ് നമുക്കത് പ്രവർത്തിക്കാൻ കഴിയും? എൻ്റെയും നിങ്ങളെയും ജീവിതത്തിലൂടെ ഇത് കാണിച്ചു കൊടുക്കണം. നമ്മൾ പ്രസംഗിക്കാൻ മിടുക്കന്മാരാണ്, പ്രസംഗത്തിലൂടെയല്ല. ആദിമസഭ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചത് അവരുടെ പ്രസംഗത്തിലൂടെ അല്ലായിരുന്നു, വാക്കിലൂടെ അല്ലായിരുന്നു, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ആദിമസഭയിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നത്, നീ മാതൃകയായി ജീവിക്കണം എന്നുള്ളത്. പക്ഷേ ഈ സ്വയം സജ്ജരാകുകയും മറ്റുള്ളവരെ സജ്ജരാക്കുകയും ചെയ്യാനുള്ള ഈ പരിശ്രമത്തിൽ നമുക്ക് സ്വയം മാതൃകകളായി തീരണം എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. 1926 ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച അമേരിക്കൻ മിഷനറി ആയിരുന്നു സ്റ്റാൻലി ജോൺസ്. ഒരുപക്ഷെ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടാവും. മാരാമൺ കൺവെൻഷനിലൊക്കെ അദ്ദേഹം നിരവധി തവണ പ്രസംഗിച്ചിട്ടുള്ള മനുഷ്യരാണ്. അദ്ദേഹം ബീഹാറിൽ പ്രവർത്തിച്ചിരുന്ന മനുഷ്യനും കൂടിയായിരുന്നു. ബീഹാറിൽ അദ്ദേഹം സൈക്കിളിൽ സഞ്ചരിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ഈ ബീഹാറിലുള്ള യാദവ ബാലന്മാരാണ്, ആടുകളെയും പശുക്കളെയും മേയ്ക്കുന്ന കുട്ടികൾ വിളിച്ചു പറയുന്ന ഒരു പറച്ചിലിങ്ങനെയാണ്, അതാ യേശുക്രിസ്തു എന്ന നല്ല മനുഷ്യൻ പോകുന്നു, അതാ യേശുക്രിസ്തു എന്ന നല്ല മനുഷ്യൻ പോകുന്നു. സ്റ്റാൻലി ജോൺസ് എന്ന് പറയുന്ന മനുഷ്യൻ സൈക്കിളിൽ തെരുവീഥികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, ഗ്രാമ വഴികളിലൂടെ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികൾ വിളിച്ചു പറയുന്നത് യേശുക്രിസ്തു എന്ന നല്ല മനുഷ്യൻ അതാ പോകുന്നു എന്നുള്ളത്. എന്താണ് ദൗത്യം? യേശുക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൗത്യം. എങ്ങനെയാണത് സാധ്യമാകുന്നത്? അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. എൻ്റെ വാക്കിൽ യേശുക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞാൽ, എൻ്റെ നടപ്പിൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ വിശ്വാസത്തിൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ വിശുദ്ധിയിൽ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദൗത്യം അർത്ഥപൂർണ്ണമായി നൽകാനായിട്ട് കഴിയും. വളരെ ക്ലേശകരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രോഗാതുരമായ ചുറ്റുപാടുകൾ നിൽക്കുമ്പോൾ മനുഷ്യൻ ആത്മസംഘർഷങ്ങളിലും ശാരീരിക ക്ഷീണതകളിലൊക്കെ ജീവിക്കുന്ന വല്ലാത്തൊരു ദുരിതകാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരവസരമാണ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ, ദൗത്യത്തിൽ സ്വയം സജ്ജരാകാനുള്ള ഒരു വലിയ സാഹചര്യം കൂടിയാണ്. യേശുക്രിസ്തുവിനെ ഈ രോഗാതുരമായ കാലത്ത് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വാക്കിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സ്നേഹത്തിലും നമ്മുടെ സമാധാനത്തിലും നമ്മുടെ ഐക്യതയിലൊക്കെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ദൈവശാസ്ത്ര ബോധം എന്ന് പറയുന്നു, ദൈവശാസ്ത്ര ദൗത്യം എന്ന് പറയുന്നു. അങ്ങനൊരു ദൗത്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അർത്ഥപൂർണ്ണമായി തീരും നമ്മുടെ ജീവിതം. ഈ കാലഘട്ടത്തിൽ
ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായി നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയും. അത് മാത്രമാണ് ഏകമാർഗം. നമ്മൾ പ്രസംഗിക്കുകയല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നൊരു അനുഭവം ഉണ്ടാകണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധൈര്യത്തോടെ പറയാം, സ്വയം സജ്ജരാണ് ഞാൻ, മറ്റുള്ളവരെ സജ്ജരാക്കുന്ന ദൗത്യത്തിലാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഉത്തമ സാക്ഷിയാണ്, ഞാൻ എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമായി ജീവിക്കുന്ന മനുഷ്യനാണ് എന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ, നമ്മുടെ സഭയ്ക്കുണ്ടാകട്ടെ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകട്ടെ. അതിന് വലിയവനായ ദൈവം ഈ പ്രഭാതത്തിൽ എന്നെ നിങ്ങളെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അപ്പോസ്തല വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവ്വശക്തനായ പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ പാലിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വശക്തനായ പിതാവായ ദൈവത്തിൽ വന്നിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. വിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് പിൻപ് 6-ാം ഞായർ ദൈവജനത്തെ സജ്ജമാക്കുക. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ദൈവമേ, പലവിധമായ വഴികളിലൂടെ നിരന്തരം അവിടുത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിനെ ദൈവജനത്തിന് സംഗ്രഹിച്ച് നൽകുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ തലമുറകൾക്ക് തിരുവെഴുത്തുകളെ ആകർഷണമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവർ ഭവനത്തിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴും ഇതിനെക്കുറിച്ച് പറയുവാനും അവിടുന്ന് ഇടയാക്കണമേ. അങ്ങനെ അവർ വചനം കേൾക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും അങ്ങനെ പാറമേൽ വീട് പണിതവനെ പോലെ ആയിത്തീരുകയും ചെയ്യണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമതത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിലൊക്കെയും നിന്റെ താഴ്മയായുള്ള ദാസനായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് പരിപാലനം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സമയത്ത് നമുക്ക് തലകളെ വണക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവകരങ്ങളിലേക്ക് നമ്മെയും നമ്മുടെ ഭവനങ്ങളെയും സമർപ്പിക്കാം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം നമ്മുടെ ചാരത്തുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന യാചന കൈക്കൊള്ളണമേ. അടിയൻ്റെ ഹൃദയത്തിലെ ധ്യാനം, അടിയൻ്റെ ഹൃദയത്തിലെ പ്രാർത്ഥനകൾ അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കാൻ അവിടുന്ന് ഞങ്ങളിൽ കൂടി സഹായിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോക സാഹചര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാഭാവങ്ങളിൽ ജനങ്ങൾ വലിയ വിപത്തിൽ കൂടി കടന്നു പോകുമ്പോൾ കർത്താവേ, അവിടുന്ന് സൗഖ്യമാക്കണമേ, അവിടുന്ന് സമാധാനം അയക്കണമേ, അവിടുന്ന് ആശ്വാസം പകരണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ഓർക്കാം, ദേശത്തെ ഓർക്കാം. നാം ആയിരിക്കുന്ന ഇടങ്ങളെയൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഈ നാളുകളിൽ അവിടുന്ന് ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് തരണമേ എന്നപേക്ഷിക്കാം. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ദൈവമേ, ഭാരപ്പെടുന്ന വേദനിക്കുന്ന ആളുകളെ ഓർക്കാം. ആശുപത്രിയിൽ രോഗത്താൽ പ്രയാസത്താൽ ആയിരിക്കുന്ന അഭയം പ്രാപിച്ചിരിക്കുന്നവരെ ഓർക്കാം. അവിടുന്ന് സൗഖ്യമാക്കണമേ, വിടുതലയക്കണമേ എന്നപേക്ഷിക്കാം. ഈ മഹാമാരിക്കെതിരെ വിവിധ ഇടങ്ങളിൽ, വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരെ അവിടുന്ന് സജ്ജരാക്കണമേ, ധൈര്യപ്പെടുത്തണമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇനിയും മറ്റൊരു തലത്തിലേക്ക് ഇന്നത്തെ ഈ ലോക സാഹചര്യം മാറിപ്പോകാതെ അവിടുന്ന് ദൈവമേ, അവിടുന്ന് സർവ്വതും നിയന്ത്രിക്കണമേ, അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, നമ്മുടെ മഹായിടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഓർക്കാം. അഭിമന്യ തിരുമേനിയെ ഓർക്കാം. എല്ലാ ഓഫീസ് ബെയറേഴ്സിനും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെയും ഈ നാളുകളിൽ സഭയ്ക്കും ജനത്തിനും സമൂഹത്തിനൊക്കെയും വലിയ അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം. എല്ലാ ശുശ്രൂഷകരെയും, എല്ലാ പ്രവർത്തകരെയും, സിസ്റ്റേഴ്സ്, വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാർ എന്നിവരൊക്കെ ഓർക്കാം. നമ്മുടെ ദൈവാലയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് ഇടയാക്കരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാം. ദൂരദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. അവരെ കർത്താവെ കാത്തുകൊള്ളുമാറാകണമേ. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, അവരെ ധൈര്യപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കാം. രോഗത്താൽ ദുഃഖത്താലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളെ ഓർക്കാം. വാർദ്ധക്യത്തിന് ക്ഷീണാവസ്ഥ അനുഭവിക്കുന്നവരെ ഓർക്കാം. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ ഓർക്കാം. വേർപാടിൻ്റെ വേദന മൂലം ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് സാറിൻ്റെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാം. അതുപോലെ നമ്മുടെ ഓരോ ഭവനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പൈതങ്ങളെയും യൗവനക്കാരെയും മാതാപിതാക്കളെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം കേട്ടതുപോലെ ഇന്നത്തെ ഈ ലോക സാഹചര്യങ്ങളിൽ ചില തിരിച്ചറിവുകൾ നമുക്ക് ആവശ്യമാണ്. ആ തിരിച്ചറിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ, ദൈവജനത്തെ സജ്ജമായി നിലനിർത്തുവാൻ ഞങ്ങളിൽ കൂടി കർത്താവെ അവിടുന്ന് സഹായിക്കണമേ, ഞങ്ങളെയും സജ്ജരാക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാം.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ജന്മദിനം ആഘോഷിച്ചവരെ ഓർക്കാം. പുതിയൊരു വർഷത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നവർക്കൊണ്ട് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാവും ദൈവമേ നല്ല പിതാവേ, ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് അങ്ങയുടെ ദൈവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് കടന്നു വരുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവം ഞങ്ങളുടെ ഭവനങ്ങളെ ആരാധന ആലയങ്ങളാക്കി മാറ്റുന്നതോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരാധിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങളെ ഒരുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഈ ലോക സാഹചര്യങ്ങളെ ഓർക്കുന്നു. കണ്ണുനീരോടുകൂടി ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ വരുന്നു. കർത്താവെ, അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, അവിടുന്ന് സൗഖ്യമാക്കണമേ. ലോകത്തിലെങ്ങും ഒരു സമാധാനത്തെ അവിടുന്ന് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രാഷ്ട്രത്തെ, ദേശത്തെ, സംസ്ഥാനത്തെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയൊക്കെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, മനസ്സമാധാനത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹാമാരി ഞങ്ങളെ വിട്ട് കടന്നു പോകുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയെ ഓർക്കുന്നു, എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു, തിരുമേനിയും ഓഫീസ് ബെയറേഴ്സിനെയും ഓർക്കുന്നു, വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ ദൈവാലയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഓരോ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് എപ്പോഴും കൂട്ടായിരിക്കണമേ, ഉള്ളം കയ്യിൽ അവിടുന്ന് വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പൈതങ്ങളെ, മാതാപിതാക്കളെ, ചെറുപ്പക്കാരെയൊക്കെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് കൂട്ടായിരിക്കണം. വാർദ്ധക്യത്തിലും ക്ഷീണാവസ്ഥയിലുമായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവെ, നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം പ്രിയപ്പെട്ട മക്കളെ ഉള്ളം കയ്യിൽ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗത്താലും ദുഃഖത്താലും ഭാരപ്പെട്ട ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവിടുന്ന് വിടുതലയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് വേർപാടിൻ്റെ വേദന പോലെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ദൂരദേശത്തായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവിടുന്ന് കൂട്ടായിരിക്കണം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർക്കുന്നു. കർത്താവെ, പുതിയൊരാണ്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. തുടർന്നും അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന് അനുസാരമിട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങ് അറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ദൈവമുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് വീണ്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനായി പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, സകലങ്ങളുടെ പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആദരവിനായിട്ടും ഞങ്ങൾ നിനക്ക് മാന്യവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനും ലോകത്തെ വീണ്ടെടുത്ത നിന്റെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസ്തുതപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കലാവസനും കൂടാതെ ഉണ്ടായിരിക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിക്കുവാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകൊണ്ട് നിർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ ജീവനും ഞങ്ങൾക്ക് തരേണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയത്തിലെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ SSLC പരീക്ഷ എഴുതി ഉന്നതമായ വിജയം പ്രാപിച്ചവരുണ്ട്. എല്ലാവരെയും, എല്ലാ കുഞ്ഞുങ്ങളെയും, SSLCക്ക് നല്ല മാർക്ക് മേടിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ള ആശംസകളും പ്രാർത്ഥനകളും സഭയുടെ പേരിൽ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യഗീതങ്ങളിൽ 353-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്ത്യഗീതങ്ങളിൽ 353-ാമത്തെ ഗീതം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും ഞങ്ങളുടെ സേവയെ ഞങ്ങളെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിനും ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളിലുണ്ടായി ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ നിങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഒടുവിലായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 426 കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 426 കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 178, ഹിം നമ്പർ 178. Joy of heaven to earth come down, fix in us thy humble dwelling, on thy faithful mercies found. Jesus, thou art all compassion, pure unbounded love thou art. Visit us with thy salvation, enter every trembling heart. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.